ഫ്ലോപ്പ് കഥ. ഇതെങ്ങും ഓടാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ ഫാൻസുകാരുടെ ഇടയിലാണ് ഇരുന്നത്. അവരെല്ലാം നല്ല ഉറക്കമായിരുന്നു. അവർ ഫാൻസുകാരായി പോയി. എല്ലാവർക്കും വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ മൊബൈൽ ഇതാ ഫോട്ടോ വരെ കൊണ്ട് അടയ്ക്കണം മച്ചാൻ്റെ. വലിയ നടന്മാരെ കൊണ്ട് പറ്റാത്തത് കൊച്ചു ചെറുക്കൻ വന്ന് ഇറ്റടിച്ചുകൊണ്ട് പോയി. ഫുള്ളില്ല. കഥയുടെ പ്രശ്നമാണ്. കഥ ഒരു വകയ്ക്കുള്ളാത്തൊരു കഥ. പിന്നെ എങ്ങനെയൊക്കെയോ അവർ ആ കഥയെ ഈ സിനിമ അങ്ങ് കൊണ്ടുപോകുന്ന ഒരു അഭിനേതാക്കളുടെ പ്രശ്നമൊന്നുമല്ല, കഥയുടെ പ്രശ്നം. കഥ വമ്പൻ ഫ്ലോപ്പ് കഥ. ഇതെങ്ങും ഓടാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ ഫാൻസുകാരുടെ ഇടയിലാണ് ഇരുന്നത്. അവരെല്ലാം നല്ല ഉറക്കമായിരുന്നു. പിന്നെ ആവശ്യത്തിന് അനാവശ്യം കുറേ പാട്ടുകളുണ്ട്. ഈ സിനിമയിൽ 8-10 പാട്ടുണ്ട്. പക്ഷേ ഈ ആസ്ഥാനത്തൊക്കെയുള്ള ഇങ്ങനെ ആവശ്യമില്ലാതെ ഇങ്ങനെ ഒരു സീൻ ബൈ സീൻ ഇടയ്ക്കിടയ്ക്ക് പാട്ട് ഇടുന്നുണ്ട്. മഹിമയ്ക്കൊന്നും അതിലൊരു പ്രാധാന്യമൊന്നുമില്ല. അതിൽ ബാബുരാജ്, ഷെയ്ൻ അവർക്കൊക്കെയാണ് ഒരു പ്രാധാന്യം. പക്ഷേ കഥയുടെ ഒരു പ്രശ്നം കൊണ്ടുള്ള ഇതേ ഉള്ളൂ. കൊള്ളില്ല സിനിമ, ഒട്ടും കൊള്ളില്ല. ഒരു പ്രതീക്ഷയും വേണ്ട. പക്ഷേ പ്രൊമോഷനൊക്കെ ഭയങ്കര പ്രൊമോഷനൊക്കെ ആയിരുന്നു. പക്ഷേ എന്തോ കഥ കൊള്ളത്തില്ല, അതാ പ്രശ്നം. എല്ലാം ഫ്ലോപ്പായിരിക്കും. ഒന്നുമില്ല. പിന്നെ പാട്ടിൻ്റെ അതിപ്രസരം എന്ന് പറയുമ്പോൾ ഒരു 5 മിനിറ്റും ഇങ്ങനെ ഇടവിട്ട് ഇങ്ങനെ പാട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അത് അവരെ തന്നെ ഈ ഫാൻസിൻ്റെ ഇടയിലാണ് ഇരുന്നത്. അവരൊക്കെ തലയിൽ കൈവച്ച് ഇങ്ങനെ ഇരിക്കുന്നത്. അവർ ഫാൻസുകാരായി പോയി. എല്ലാവർക്കും വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ എങ്ങനെ ഇൻ്റർവെല്ലിൽ തന്നെ ഇറങ്ങി പോന്നാലോ എന്ന് വിചാരിച്ചാണ്. പിന്നെ പൈസ കൊടുത്ത് കയറിയതല്ലേ. അതുകൊണ്ട് പിന്നെ കണ്ടേ പ്രത്യേകിച്ച് ഒന്നുമില്ല. അതിൽ എടുത്ത് പറയത്തക്കതായിട്ടുള്ള ഒരു ഇതുമില്ല. എന്തൊരു സിനിമ പൈസ കൊടുത്ത് കണ്ടാലും നമ്മൾ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് നെഗറ്റീവ് പറയുമ്പോൾ സാധനം സിനിമാക്കാർക്കൊന്നും ദഹിക്കാറില്ല. അത് നിങ്ങൾ ഇടണ്ട, നെഗറ്റീവ് ഒന്നും ഇടരുത്. കാരണം കാണുന്നവർ കണ്ടോട്ടെ. ഈ പറഞ്ഞ പോലെ അത്രയേ ഉള്ളൂ. എന്നാൽ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഒന്നുമില്ല, എനിക്കൊന്നുമില്ല പോസിറ്റീവായിട്ട് പറയാൻ ഒരു വകയില്ല. പിന്നെ പറഞ്ഞോട്ടെ, എൻ്റെ ഫാൻസുകാർ ഇറങ്ങി വരും, അവരോട് ചോദിക്കാം കേട്ടോ. ഇതാണ് പടം. ഒരു രക്ഷയില്ല, പ്രതീക്ഷയില്ലാതെ വന്ന് ഒരു നല്ലൊരു പ്രതീക്ഷ വന്ന്. കാര്യം പടം എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. ഞാനുള്ള കാര്യം പറയാമല്ല, ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്യാത്തതാണ്. പക്ഷേ എൻ്റെ മൊബൈൽ ഇതാ ഫോട്ടോ വരെ കൊണ്ട് അടയ്ക്കണം മച്ചാൻ്റെ. വലിയ നടന്മാരെ കൊണ്ട് പറ്റാത്തത് കൊച്ചു ചെറുക്കൻ വന്ന് ഇറ്റടിച്ചുകൊണ്ട് പോയി. പ്രതീക്ഷയില്ലാതെ വന്ന് വലിയൊരു ഹിറ്റ് തന്ന്. നമ്മൾ RDX പോലെ നല്ലൊരു പടം ആയിരിക്കില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ വന്ന വമ്പ ഹിറ്റ്. അതിനെക്കാട്ടി ഈ പടത്തിലെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ അവരുടെ പേരെന്തോന്ന്, നമ്മളെ ഷെയ്ൻ ഡോജാക്ക ഉണ്ടല്ലോ, പുള്ളി ആ ഒരു ക്യാരക്ടർ, നമ്മളെ ഗ്യായായിട്ടുള്ള ഒരു ക്യാരക്ടർ വന്ന് ചെയ്തിട്ടുണ്ട്. വളരെ നന്നായിട്ട് വന്ന് ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടർ വന്ന് ചെയ്ത കാര്യം നമ്മൾ ഫാമിലിയായിട്ട് വന്നിട്ട് ഈ പടം കാണുമ്പോഴത്തേക്ക് ഒരുപാട് ഇതേ കണക്ക് സ്വഭാവമുള്ള കുറേ ആണുങ്ങളുണ്ട്. അങ്ങനെ വന്നിരിക്കുമ്പോഴത്തെ ഒരു അച്ഛനെയും കൊണ്ട് ഒരു അമ്മേനെയും കൊണ്ട് നമുക്കത് സ്നേഹത്തോടു കൂടി പറഞ്ഞ് നമുക്കത് മനസ്സിലാക്കി കൊടുക്കാം. എല്ലാവരും ഫാമിലിയായിട്ട് വന്നിരുന്ന് കാണാം. അടിപൊളി. പിന്നെ ബാബുരാജിൻ്റെ ഒരു വൻ തിരിച്ചുവരവാണ്. അതിലൊന്നും പറയില്ല. ബാബുരാജ് നല്ല കോമഡി ആയിരുന്നു. നമുക്ക് ആദ്യം തൊട്ട് അവസാനം വരെയും വളരെ ത്രില്ലായിട്ട് ഇരുന്ന് കാണാൻ പറ്റിയൊരു മൂവിയാണ്. ഇപ്പോൾ ഇറങ്ങിയ സിനിമയിൽ നമ്മുടെ ആസിഫ് അലിയുടെ സിനിമേനെ കാട്ടി സിനിമ കഴിഞ്ഞിട്ട് ഇപ്പം നല്ലൊരു സിനിമ വന്നിരിക്കുന്നത് ഇതാണ്, ലിറ്റിൽ ഹാർട്ട്സ്. ആ പടത്തിൻ്റെ പേരെന്താണോ അതാണ്. അടിപൊളിയായിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. വളരെ നന്നായിരുന്നു. വളരെ അടിപൊളിയായിരുന്നു. ഒരു രക്ഷയില്ല, നല്ല പടമായിരുന്നു.